വാണിജ്യ സിലിണ്ടറുകൾക്ക് വില വർദ്ധിപ്പിച്ചത് സംസ്ഥാനത്തെ ഹോട്ടൽ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. വില വർധനവ് ഭക്ഷ്യോൽപാദന വിതരണ മേഖലയ്ക്ക് ഒരു വിധത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. നല്ലൊരു ഇരുട്ടടിയാണ് കിട്ടിയത്. കാരണം ഗ്യാസിന് 1000 രൂപയോളം കൂടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇറക്കിക്കൊണ്ടിരുന്ന വെച്ചത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഇറക്കിക്കൊണ്ടത് 2200-നായിരുന്നു. ഇന്നിപ്പോൾ പറഞ്ഞേക്കണത് നാളെ തന്നെങ്കിൽ 3200 3300 രൂപയാണ് പറയണത്. അപ്പോൾ ഈ നിലക്ക് ഈ ഹോട്ടൽ ഫീൽഡ് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയതിൻ്റെ പേരിൽ കൂടുതൽ ഇവിടെ കിട്ടുന്ന നമ്മൾ കവറുകൾ, ബയോ കവറുകൾ, എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ ഏറ്റവും വിലയായി. അപ്പോൾ ഇപ്പോൾ ഈ ഇത്രയും തൊഴിലാളികളെയും ഈ ചെറിയൊരു കടയിൽ ഇങ്ങനെ ഒപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് വളരെയധികം കഷ്ടപ്പാടാണ്. നമ്മൾക്ക് ഒരു ചെറിയൊരു കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് പോണത്. അതിൻ്റെ ഇടയ്ക്കാണ് എല്ലാ സാധനങ്ങൾക്കും വില കൂടി വന്നത്. ഗ്യാസിൻ്റെ വില കൂടിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ദയനീയവും ഏറ്റവും ശോചനീയവുമാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ബിസിനസ് നടത്തുന്നത് ഞങ്ങളൊക്കെ കഷ്ടപ്പെടുവാണ്. കാരണം സാധാരണ ആൾക്കാർ വരുന്ന ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾക്കിതിന് വില കൂട്ടിയാൽ കച്ചവടം ഇല്ലാണ്ട് പോകും. സാധാരണക്കാരനെയും സാധാരണ ജനങ്ങളെയും ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്ന കേസുകെട്ടാണ് ഈ ഗ്യാസിന് വില വർധനവ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ഗ്യാസിൻ്റെ വില വർധനവ്. കാരണം ഞങ്ങൾക്ക് വില കൂട്ടാനും പറ്റിയില്ല, കൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും കിട്ടത്തുമില്ല. നിർബന്ധിതരാകുകയാണ് വില കൂട്ടാൻ. ഈ കച്ചവടവും ഈ വാടകയൊക്കെ കൊടുത്തിട്ട് എങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം പരമദയനീയമായിട്ട് എനിക്ക് വിവരിക്കാൻ വാക്കുകളില്ല. വില വർധനവിൽ പ്രതിഷേധിച്ച് മെയ് 6-ന് സംസ്ഥാനത്തെ ഹോട്ടലുകൾ അടച്ചിടാനാണ് ഉടമകളുടെ തീരുമാനം. ക്യാമറമാൻ ജിഷ്ണു KR-നോടൊപ്പം രാജശ്രീനിവാസൻ, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.